എൻ്റെ പേര് ആസിഫ്. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് തൊടുപുഴ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് പേപ്പറായിട്ടുള്ള FR സൈലത്തിൻ്റെ പാലാരോട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഓഫ്ലൈനായിട്ടാണ് എടുത്തിരിക്കുന്നത്. എക്സാം എടുത്തിരിക്കുകയാണ്. ഇനി ആകെ ഒരു 1 വീക്കേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ നിലവിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ രാവിലെ വരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഓപ്പൺ ആണ്, 7:30 വരെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഞാൻ തന്നെ ആദ്യം ചെയ്തു നോക്കും, പിന്നെ ഡൗട്ട്സ് ഉള്ളത് ഫ്രണ്ട്സായിട്ട് വെച്ച് ക്ലിയർ ചെയ്യും, പിന്നെ കമ്പൈനായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പോർഷൻസ് നിലവിൽ കവർ ചെയ്ത് പോകുന്നത്. വിശാൽ സാറാണെങ്കിലും മറ്റേ സ്റ്റഡി ഹബിലൊക്കെ പ്രീവിയസ് ഇയർ സ്റ്റഡി ഹബിലും എക്സാമിനേഴ്സ് റിപ്പോർട്ടൊക്കെ റെഫർ ചെയ്തിട്ട് പഠിക്കണമെന്ന് പറയാറുണ്ട്. എക്സാമിനേഴ്സ് റിപ്പോർട്ടിലൊക്കെ ആണെങ്കിലും പ്രീവിയസ് ഇയറിൽ കൂടുതൽ കുട്ടികൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള എറേഴ്സൊക്കെ ഏതാണെന്ന് അങ്ങനെ റെഫർ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അത് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുമെന്ന് അങ്ങനെ പറയലുണ്ട്. അപ്പോൾ അതങ്ങനെ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യൽ ജസ്റ്റ് ആദ്യമേ സ്റ്റാൻഡേർഡ്സ് റിവൈസ് ചെയ്യും. നോട്ട്സ് തന്നിട്ടുള്ളതിലും അല്ലാണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ്സ് റെഫർ ചെയ്തിട്ട് അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ എവിടെയെങ്കിലും ഡൗട്ട് വരുന്നതോ അല്ലെങ്കിൽ സംശയങ്ങൾ വരുമ്പോഴായിട്ടുള്ള സാധനങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഇവിടെ സൈലം രാവിലെ തൊട്ട് ഓപ്പൺ ആണല്ലോ, അപ്പോൾ രാവിലെ ഫ്രണ്ട്സ് വരലുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ഗ്രൂപ്പ് സ്റ്റഡിയിൽ അത് ഡിസ്കസ് ചെയ്യും, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യും, എന്നിട്ട് ജസ്റ്റ് അത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യും. അത് തെറ്റ് പിന്നെ ആവർത്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി റൂം ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാവിലെ തൊട്ട് ഓപ്പൺ ആണ്, ടിൽ 7:30 വരെ ഉണ്ട്. അവിടെ മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. ഈവൻ ചില സമയങ്ങളിൽ വിശാൽ സാറ്, പൂജ മാമോ ആരെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുവാണെങ്കിൽ നമുക്ക് ഈസിലി അപ്രോച്ച് ചെയ്യാവുന്നവരാണ് വിശാൽ സാറും പൂജ മാമും. വിശാൽ സാറ് ഓൾറെഡി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ സംസാരിക്കാറ്. കൂടുതൽ നമ്മുടെ അടുത്ത് വന്നിരുന്ന് അങ്ങനെ ക്ലിയർ ചെയ്യലാണ് സാറിൻ്റെ ഒരു രീതി. അത് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടാണ്, നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് സാറിൻ്റെ അടുത്ത്. പിന്നെ പൂജ മാം ആണെങ്കിൽ ഭയങ്കര നമുക്കത് ഗ്രാസ്പ് ചെയ്യാനുള്ള ടൈം പൂജ മാം തരലുണ്ട്. ഇപ്പോൾ പറഞ്ഞു തന്നിട്ടാണെങ്കിലും നമുക്ക് മനസ്സിലാവാനുള്ള, നമുക്ക് അത് ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള ഒരു ടൈം നമുക്ക് പൂജ മാം തരലുണ്ട്. അത് അടിപൊളിയാണ്. പൂജ മാമിനെ സംബന്ധിച്ച് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ സ്റ്റഡി റൂമിൽ നമ്മുടെ മെൻറ്റേഴ്സ് ആയിട്ടുള്ള സുഹൈൽ, ഷെഹസാദ് ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റഡി ഹബിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ടൈമിൽ വേണമെങ്കിലും അവരെ ഹെൽപ്പിന് വേണ്ടിയിട്ട് റീച്ച് ചെയ്യാം. അവരെന്തായാലും ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കത്തില്ല. ഇതുവരെ അങ്ങനെയാണ്, ഇനി അങ്ങനെയും. ഈ ഡിസംബറിൽ ACCAയുടെ പേപ്പേഴ്സ് എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്.